ഒരു ബിസിനസ് ആരംഭിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള ഒരു വ്യക്തി ഒരു ബിസിനസ് ആരംഭിക്കുന്നു, അവനൊരു പ്രോഡക്റ്റ് ഇറക്കുന്നു. ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് നല്ല രീതിയിൽ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. മാർക്കറ്റിലേക്ക് ഇറക്കി ബിസിനസ് നല്ല രീതിയിൽ പോകാൻ തുടങ്ങിയപ്പം ഇതിൻ്റെ മറ്റൊരു കാറ്റഗറി പ്രോഡക്റ്റ് കൂടി ഇറക്കാമെന്നുള്ളൊരു പ്ലാനിൽ അദ്ദേഹം ഇറങ്ങി ചെല്ലുന്നു. പക്ഷേ എങ്ങനെ ഒരു ഡിസൈൻ ചെയ്യണമെന്നൊരു പിടി കിട്ടുന്നില്ല. കാരണം ഈ ഡിസൈൻ മറ്റേതിന് മാച്ച് ആവോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഡിസൈനിൽ ഈ ലോഗോ ഫയൽ ഇപ്പോൾ എവിടെയുള്ളത്? മറ്റേ ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ അവൻ പൂട്ടിപ്പോയി. ആദ്യം ചെയ്ത് കൊടുത്തത് ഏതൊരു ഫ്രീലാൻസർ ആയിരുന്നു, ആളിപ്പോൾ നിലവിലില്ല, ആൾ ജോലി ഇട്ടിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഫയൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി എന്ത് ചെയ്യും? ഇതേപോലെ വീണ്ടും വരച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഒരു പക്ഷേ ആ ഒരു പെർഫെക്ഷനിൽ കിട്ടിയെന്ന് വരത്തില്ല. ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ പോസ്റ്ററും ഈ പറയുന്ന പ്രോഡക്റ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ലോഗോ, ട്രേഡ് മാർക്കിന് തരുന്ന ലോഗോവും ഓൾറെഡി പാക്കേജിലുള്ള ലോഗോവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഏതൊക്കെ കളേഴ്സ് യൂസ് ചെയ്യണമെന്ന് ഒരു പിടി കിട്ടുന്നില്ല, ഏത് ഫോണ്ട് യൂസ് ചെയ്യണം എന്നുള്ളൊരു പിടി കിട്ടുന്നില്ല. ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ പല സംരംഭകരും ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബിഗിനിങ്ങിൽ വളരെ ചെറിയ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത് ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇതിനെല്ലാത്തിനുള്ളൊരു പരിഹാരമാണ് ഓരോ ഈ ബ്രാൻഡ് ഓണേഴ്സും അവരുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു ബുക്ക്. ഇതിന് പറയുന്ന പേരാണ് ബ്രാൻഡ് ബുക്ക്, ബ്രാൻഡ് വിഷ്വൽ ഐഡൻറ്റിറ്റി ഗൈഡ് ലൈൻസ്. പല പേരിൽ നമുക്ക് അറിയപ്പെടും. നമുക്ക് ചുരുക്കി അതിനെ ബ്രാൻഡ് ബുക്ക് എന്ന് പറയാം. അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കൂടെ ജീവനുണ്ട്. ജീവൻ, നമസ്കാരം. നമസ്കാരം. ജീവൻ, ശരിക്കും എന്താണ് ഈ ബ്രാൻഡ് ബുക്ക് എന്ന് വെച്ചാൽ? നമ്മൾ ധാരാളം ബ്രാൻഡ് ബുക്ക്സ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് ശരിക്കും ഒരു ബ്രാൻഡ് ബുക്ക്? നമുക്ക് ബ്രാൻഡ് ബുക്ക് അല്ലെങ്കിൽ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് എന്നോ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഗൈഡ് ലൈൻസ് എന്നൊക്കെ ഇതിനെ വിളിക്കാം. ബേസിക്കലി നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു വിഷ്വലി മാത്രമല്ല, നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പം ജനറലി പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു ഗൈഡ് ലൈനാണ്, ഒരു ജാതകം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതെങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ഓരോ എലമെൻസും, അതിൻ്റെ ഓരോ ഘടകങ്ങളുടെയും പൊസിഷനിങ് എങ്ങനെയായിരിക്കണം, തുടങ്ങി നമ്മുടെ ബ്രാൻഡിൻ്റെ പേഴ്സണാലിറ്റി മുതൽ എല്ലാം വാസ്റ്റായിട്ട് കവർ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു പ്രമാണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിന് വിളിക്കാം. സോ അതാണ് ബ്രാൻഡ് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ശരിക്കും ഈ ബ്രാൻഡ് ബുക്ക് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, അതിൻ്റെ ഇൻട്രോയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് ശരിക്കും ഒരു ഓപ്ഷനല്ല, ഇത് മാൻഡേറ്ററി ആണ്. എത്ര ചെറിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അത് ഉള്ളത് നല്ലതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഓൾസോ ഒരു ബ്രാൻഡ് ബുക്കിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ഘടകങ്ങളാണ് ഒരു ബേസിക്കായിട്ട് ഏറ്റവും അടിസ്ഥാന ലെവലിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ? നമുക്കിതിനകത്ത് ഇതിനെ പല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു സംശയം, ഒരു കാര്യത്തിലൂടെ ഒരു ക്ലാരിറ്റി വരുത്തിയായി കിടക്കാം. ശരിക്കും ബ്രാൻഡ് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഒരു നോട്ട് പുസ്തകം പോലത്തെ ഒരു പുസ്തകമാണോ, അതോ അതൊരു PDF ഫോർമാറ്റ് ആണോ? എങ്ങനെയാണ് ശരിക്കും അതിൻ്റെ ഒരു ഘടന? ഇതിനെ നമുക്ക് യൂഷ്വലി ഒരു PDF ഫോർമാറ്റിലൊക്കെ ആയിരിക്കും സാധാരണ ബ്രാൻഡിങ് ഏജൻസികൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് ഒരു ഗൈഡ് ലൈനായിട്ട് ഓഫീസിൽ സൂക്ഷിക്കാം. പക്ഷേ ആ ബുക്കിനപ്പുറത്തേക്ക് അതിൻ്റെ എലമെൻസിനാണ് ഇതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു സാധാരണഗതിയിൽ ഒരു ബ്രാൻഡ് നമ്മൾ ഒരു ലോഗോ ഉണ്ടാക്കാൻ മറ്റൊരു ബ്രാൻഡിങ് ഏജൻസിനെ അപ്രോച്ച് ചെയ്യുമ്പം അവർ തരുന്നൊരു ഗൈഡ് ലൈൻസ് ഉണ്ട്, വിഷ്വൽ ഐഡൻറ്റിറ്റി ഗൈഡ് ലൈൻസ് പോലത്തെ ഒരു സാധനമാണത്. അപ്പോൾ അതിനകത്ത് ഈ ലോഗോ എങ്ങനെയായിരിക്കും, അതിൻ്റെ കളർ കോമ്പിനേഷൻസ് എങ്ങനെയാണ്, അതെവിടെ പ്ലേസ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് സാധനമായിരിക്കും. നമ്മുടെ ഒരു കംപ്ലീറ്റ് ബ്രാൻഡ് ഗൈഡ് ലൈൻസ് വരുന്ന സമയത്ത് ഇത് മാത്രം പോരാ. നമ്മളൊരു ലോഗോയ്ക്കോ കളറിനോ അപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബ്രാൻഡിനുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരിക്കണം നമ്മുടെ ബ്രാൻഡ് ഗൈഡ് ലൈൻസ്. അത് നമ്മൾ മൾട്ടിപ്പിൾ ബുക്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിഷ്വൽ ഐഡൻറ്റിറ്റി നമുക്ക് ഒരെണ്ണമാണ്, അതിൻ്റെ വെർബൽ ഐഡൻറ്റിറ്റി വേറെ ഒരെണ്ണമാണ്. ബേസിക്കലി നമുക്ക് ഏറ്റവും ബേസിക്കലായിട്ടുള്ള കാര്യങ്ങളും തുടങ്ങേണ്ടി വരും. അതായത് നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ, കോർ വാല്യൂ, അതിൻ്റെ മിഷൻ പോലുള്ള കാര്യങ്ങൾ വെറുതെ ഈ പറഞ്ഞ പോലെ ടൈപ്പ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന സെൻറ്റൻസിനപ്പുറത്തേക്ക് ജെന്യുവനായിട്ട് നമ്മുടെ ബ്രാൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന അതിൻ്റെ കോറായിട്ടുള്ള സാധനങ്ങൾ. നമ്മുടെ ബ്രാൻഡിൻ്റെ ടോൺ ഓഫ് വോയിസ് എന്താണ്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എങ്ങനെയാണ്. ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഹൻലാൽ സംസാരിക്കുന്ന പോലെ, മോഹൻലാൽ എമ്പുരാനിൽ സംസാരിക്കുന്ന പോലെ അല്ല നമ്മുടെ ദൃശ്യത്തിൽ സംസാരിക്കുക. അതിൻ്റെ പുള്ളിയുടെ ടോൺ ഓഫ് വോയിസ് ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ ഒരു അധോലോക നായകനാണ്, പുറത്ത് സാധാരണക്കാരനായ നാട്ടുമ്പുറത്തെ ആളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും സംസാര രീതി, അവർ യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ബ്രാൻഡിനും ഓരോ ടോൺ ഓഫ് വോയിസ് വേണം. ചിലപ്പോൾ ഭയങ്കര കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള സാധനമായിരിക്കും. ഇപ്പം അല്ലെങ്കിൽ ഒരു ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് നമ്മളെ ഇതിൻ്റെ ക്യാപ്ഷൻ നമുക്കറിയാം, നമ്മുടെ നൈക്കിയുടെ. അപ്പോൾ അത് തരുന്നൊരു പഞ്ചല്ല ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി എന്ന് പറയുന്ന സമയത്ത് കിട്ടുന്നത്.
രണ്ട് അപ്രോച്ചാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ആയിരിക്കണം എന്നുണ്ടാവും. നമ്മുടെ വിഷ്വലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലോഗോ മുതൽ കളർ പാലറ്റ്സ് മുതൽ നമ്മുടെ ഡിസൈനിങ് വരുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ പോസ്റ്റേഴ്സ് മുതൽ നമ്മുടെ മറ്റ് സ്റ്റേഷനറി ഐറ്റംസും വിഷ്വലി ആൾക്കാർ കാണുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു കളർ തീം മുതൽ നമ്മുടെ ബ്രാൻഡിൻ്റെ തീം മുതൽ പാക്കേജിങ് മുതൽ ഇങ്ങനെയുള്ള വിഷ്വൽ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് എങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ടാവേണ്ടത്, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് എങ്ങനെയൊക്കെ, നമ്മളെ വേർഡ്സ് ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടെ ടാഗ് ലൈൻസോ ഹാഷ് ടാഗ്സോ എന്തൊക്കെ ഉപയോഗിക്കരുത്, നമ്മൾ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ബ്രാൻഡിനെ കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ടിനെയാണ് നമുക്ക് ഈ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഗൈഡ് ലൈൻസ് എന്ന് പറയേണ്ടത്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും, ഭാവിയിൽ വരുന്ന പാക്കേജിംഗ് ആണെന്നുണ്ടെങ്കിലും വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിലും പോസ്റ്റേഴ്സ് ആണെങ്കിലും ബ്രോഷർ ആണെങ്കിലും വിസിറ്റിംഗ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ ലെറ്റർ ഹെഡ്, ഇത്തരത്തിൽ സർവ്വ കാര്യങ്ങളും ബ്രാൻഡുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഉണ്ടോ വിഷ്വലി അല്ലെങ്കിൽ വേർബലി എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിനകത്തുനിന്നുള്ള എലമെൻറ്റ്സ് പിക്ക് ചെയ്തിട്ടായിരിക്കണം. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വെച്ചാൽ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതെ, അതായത് ഇപ്പം നമ്മളൊരു വർക്ക് കൊടുക്കണം, നമ്മുടെ ഒരു പുതിയൊരു ക്യാമ്പയിൻ, ആഡ് ക്യാമ്പയിനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടന്റ് എഴുതാൻ കൊടുത്തു, നമുക്ക് ഒരാൾ എഴുതി തന്നു. അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് പലപ്പോഴും ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ചിലപ്പോൾ ഇദ്ദേഹം എഴുതുന്നത് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ബ്രാൻഡാണ്, വളരെ അഗ്രസീവ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ബോൾഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള ഒരു ബ്രാൻഡാണ്. അപ്പം നമുക്ക് എഴുതി തന്നിരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് അവിടെ ഡിസൈഡ് ചെയ്യാൻ പറ്റും, നല്ല സാധനമായിരിക്കും, പക്ഷെ നമുക്കിത് മാച്ച് ആവില്ല. കാരണം ഇതാണ് അതിൻ്റെ റീസൺ. അത് നമ്മളൊരു പോസ്റ്റർ ചെയ്യുന്നു, അപ്പം അതിനകത്ത് ലോഗോയുടെ പ്ലേസ്മെന്റ് എവിടെ ആയിരിക്കണം, അപ്പം അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും അതിനകത്ത്. അപ്പം അങ്ങനെ ഒരു മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് തുടങ്ങിയ എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് ടൂളായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ പറയുന്ന കോണ്ടന്റ് മേക്കേഴ്സിനും ഇവർക്കൊന്നും കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ഈസിയായിട്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഒരു കാര്യം കൂടെ, നമ്മളിപ്പോൾ നേരത്തെ സി പറഞ്ഞ പോലെ ഒരു ഡിസൈനറിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ അവിടുന്ന് പഴയൊരു ഡിസൈനറെ മാറ്റി പുതിയൊരു ഡിസൈനർ പ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ പഴയ ഡിസൈനർ പിരിഞ്ഞു പോയി പുതിയൊരാളെ കൊണ്ടുവരുന്നു. ഇതിന് മുഴുവൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ ഹാർഡ് ജോബാണ്. അവൻ ചെയ്ത പോലെ ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അവൻ്റെ അപ്രോച്ച് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ ഇവനത് ഈസി ആയിട്ട് പിക്ക് ചെയ്തിട്ട് ഓക്കെ ഇന്ന കളേഴ്സാണ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഇതിങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലിംസ് ഓഫ് ആയി അവന് നോക്കിക്കഴിഞ്ഞാൽ അവന് കാര്യം കിട്ടുന്നു. അപ്പോൾ ഇവരുടെ ഈ ഡിസൈൻ കൺസിസ്റ്റൻസി എല്ലായിടത്തും ഉണ്ടാവും. യൂസർ മാനുവൽ, ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ യൂസർ മാനുവൽ കിട്ടുള്ളൂ, സെയിം സാധനം തന്നെയാണ്. അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പം ഇത് ശരിക്കും എല്ലാ ബിസിനസ്സിനും ആവശ്യമാണ് അല്ലേ. ഇതിപ്പം അത്യാവശ്യം ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ചെറിയ ബിസിനസ്സിനാണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ബ്രാൻഡ് ബുക്ക് ഉണ്ടാക്കി അത് സൂക്ഷിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ബിസിനസ്സിൻ്റെ ഒരു വ്യാപ്തി കൂടുന്തോറും ഇതിലെ ഇൻക്ലൂഡ് ചെയ്യേണ്ട എലമെൻസിൻ്റെ വ്യാപ്തിയും എലമെൻസിൻ്റെ എണ്ണവും അതിനനുസരിച്ച് കൂടും. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം AI ഒരു യുഗം വരുന്ന സമയത്ത് അവിടെ AI ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ AIയിൽ നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്സ് പോലും ഒരുപക്ഷെ ഈ ഇതിനകത്ത് വരുന്നൊരു കാലം വിദൂരമല്ല. നമ്മളതിൻ്റെ പ്ലാനിങ്ങിലേക്കാണ് നമ്മളിപ്പോഴും. ഇപ്പം നമ്മൾ നമ്മുടെ ബ്രാൻഡിങ് ഏജൻസി ആണെങ്കിൽ നമ്മളതിലേക്ക് കടക്കുന്നുണ്ട്. അപ്പം പ്രോംപ്റ്റ്സ് ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ അത് ഫ്യൂച്ചർ എന്ന് പറയാൻ കഴിയത്തില്ല, അത് വൈകാതെ തന്നെ അത് പ്രാബല്യത്തിൽ വരും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ബ്രാൻഡ് വിഷ്വൽ ഐഡൻറ്റിറ്റി, അതിൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം.